begin to imagine the smell. അപ്പോൾ ഇനി പാരീസിൽ, ഫ്രാൻസിൽ, UK, ജർമ്മനിയിൽ, കാനഡയിൽ നമ്മൾ അവിടേക്ക് ഓടിപ്പോവാണ്ടി നിൽക്കല്ലേ. ഇന്ത്യക്കാർക്ക് ഇനി വിസ കിട്ടില്ല. നല്ല 8ന്റെ പണി ഇവിടെ നിന്ന് കയറിപ്പോയ ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. റോഡ് ഉപരോധം, റോട്ടിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ, സ്വിമ്മിംഗ് പൂളിൽ സോപ്പ് കൊണ്ട് ഒരച്ച് ആസനം പോലും ഒരച്ചൊരു കുളി. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. മെട്രോ ട്രെയിനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊന്നുമല്ല രസം. ഇപ്പോൾ ക്രിസ്മസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്മസിന് ക്രിസ്തീയ രാജ്യങ്ങളിലൊക്കെ ഒരു പരിപാടിയുണ്ട്. അതായത് ക്രിസ്മസ് അപ്പൂപ്പന്മാര് അവർ വന്ന് കുറച്ച് ഫ്രൂട്ടും കാര്യങ്ങളും ഒക്കെ ഓരോ വീടിന്റെ മുറ്റിലും വെക്കും. അതായത് ആ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടി കഴിക്കാൻ വെക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റുകൾ പോലും മലയാളികളായ ആളുകൾ, ഇന്ത്യക്കാരായ ആളുകൾ കട്ടെടുത്ത് പോകുന്നതൊക്കെ അവരുടെ നാട്ടിൽ, അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് തന്നെ എന്തിനാണെന്ന് മറന്നുകൊണ്ട് ആ നാട്ടിലുള്ള ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അത് ഹൈന്ദവനാണ് എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം. ക്രിസ്ത്യൻസും ഈ കാര്യത്തിൽ പിന്നിലല്ല എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ നാട് മാറി ആ നാട്ടിൽ ചെന്ന് ആ നാട്ടുകാരെ ഉപദ്രവിച്ച് ആ നാട്ടിലേക്ക് നാളെയുടെ മക്കൾക്ക് പോകാൻ കഴിയാത്ത വിധം നിങ്ങൾ ആക്കി തീർക്കുന്നത് എന്തിനാണ് മനുഷ്യരെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി ആ ഒരു വീഡിയോ കാണിച്ചു തരാം. ചിലപ്പോൾ ഞാൻ നുണ പറയുകയാണെന്ന് വിശ്വസിക്കും നിങ്ങൾ, അതുകൊണ്ടാണ്. എന്തൊക്കെ പേക്കൂത്തുകളാണ് അവരവിടെ കാണിച്ചു കൂട്ടുന്നത്. കളവ്, മോഷണം, അയൽവാസികളുടെ വീടുകളിൽ കയറി എന്നിട്ട് കട്ടെടുത്ത് കൊണ്ടുപോവുക. റോട്ടിൽ നിന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ വേറെയുണ്ട്. തേങ്ങ എറിഞ്ഞുടച്ച് എന്തൊക്കെയോ ആഘോഷിക്കുന്ന ഹൈന്ദവരായ ആളുകള്. ഗണപതിയുടെ പ്ലാസ്റ്റർ പാരീസ് രൂപങ്ങൾ അവിടെയുള്ള പുഴയിലും നദിയിലും തടാകത്തിലൊക്കെ കൊണ്ടുപോയിട്ട് മലിനമാക്കുന്ന ഒരു കൂട്ടം ആളുകള്. ദീപാവലി ദിവസങ്ങളിൽ റോട്ടിൽ കരിമരുന്ന് പ്രയോഗം നടത്തുന്ന ഒരു കൂട്ടം ആളുകള്. അങ്ങനെ ആ നാട്ടിൽ പോയിട്ട് നമ്മുടെ നാട്ടിലുള്ള ആചാരങ്ങളും അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അവിടെ കാണിച്ച് വൃത്തികേടുകൾ കാണിക്കുന്ന ഒരു കൂട്ടം ആളുകള്. ഇതൊക്കെ കണ്ട് അവർ ഇത്രയും നാൾ മിണ്ടാതിരുന്നു. പക്ഷെ അവർ മിണ്ടാതിരുന്നത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് വിസ കൊടുക്കുന്നത് നിർത്താൻ പോവുകയാണ്. ആകെ കൊടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ആളുകളാണ്. പക്ഷെ കേരളത്തിലുള്ള ആളുകൾക്കും വിസ കിട്ടുന്നത് അധികം വൈകാതെ അവസാനിക്കും. റോട്ടിലുള്ള പേക്കൂത്ത് തന്നെയാണ് അതിന് കാരണം. ഓണവും വിഷുവും നമ്മുടെ നാട്ടിൽ ആഘോഷിക്കാം. ഓണവും വിഷുവും നിങ്ങളെ റൂമിലും നിങ്ങൾക്ക് ആഘോഷിക്കാം. ഓണവും വിഷുവും നിങ്ങൾ എന്തിന് ഈ പൊതു ഇടങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ കാണിക്കുന്നതിന്റെ ഭാഗമായി നാളെ കേരളത്തിലുള്ള ആളുകൾക്കും വിസ കിട്ടാത്ത അവസ്ഥ വരുമെന്നുള്ളതാണ്. ഇനിയൊരു വിഗ്രഹത്തിന്റെ വീഡിയോയാണ്. എന്ത് പ്രഹസനമാണ് ആ നാട്ടിൽ പോയി കാണിക്കുന്നത് എന്നൊന്ന് കാണാം. ചേട്ടാ, അവിടെ മാത്രമല്ല എല്ലായിടത്തും ഓരോന്ന് കൂടെ നോക്കിക്കോ. നമ്മുടെ ഇന്ത്യ പോലെ തന്നെയാണിത്. നമ്മളുടെ സ്വന്തം രാജ്യം, നമ്മുടെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കൾച്ചർ കാണിക്കണം എന്നല്ലേ. നല്ലതാണ് ആചാരങ്ങൾ, നല്ലതാണ് വിശ്വാസം, എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മളുടെ ഇന്ത്യയിൽ റിവറിൽ മുക്കണ പോലെ ഇവിടെ ഈ രാജ്യത്തൊന്നും മുക്കാൻ കഴിയുമോ എന്നുള്ളത് എൻ്റെ കൺസെപ്റ്റിൽ ഇല്ല എന്നാണ്. നിങ്ങളുടെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരിക്കലും മതത്തിനെ കുറ്റം പറയില്ല. ഇവരൊരിക്കലും റിവറിനെ നമ്മൾ കാണുന്ന പോലെ ദൈവമായിട്ടൊന്നും കാണുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ നാച്ചുറൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നുള്ളതാണ്. സോ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ബോധം വേണം എന്നുള്ള കാര്യം നമുക്കറിയാം, പറയാൻ കഴിയും. പക്ഷെ അവരെ കൊണ്ടത് ചെയ്യിക്കാൻ കഴിയില്ല. കാരണം ആള് കൂടുമ്പോൾ ബലം കൂടും, ധൈര്യം കൂടും. നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ഇന്ത്യക്കാരനെ കാനഡയിൽ നിന്നും നാട്ടിലേക്ക് കയറ്റിവിട്ട വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടെ എന്തോ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയതാ. ഖാലിസ്ഥാനികളുമായിട്ട് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഇത് കാനഡയിൽ നിരന്തരം കാണുന്നതുമാണ്. ഇവിടെ നിന്നും പഠിക്കാനാണെന്ന പേരും പറഞ്ഞ് ആ നാട്ടിൽ പോയി ഖാലിസ്ഥാനികളുമായി യുദ്ധം ചെയ്യാൻ ശ്രമിച്ച ഒരു കൂട്ടം ആളുകളെ, ഒരു കൂട്ടം ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരിച്ച് നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിരന്തരം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും പെടാത്ത, കൃത്യമായി ജോലിയെടുത്ത് ജീവിക്കാൻ പോയ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. അവർക്ക് നേരെയാണ് ഒരു പക്ഷെ ആ നാട്ടിലുള്ള ആളുകൾ, ആ നാട്ടിലെ സിറ്റിസൺ ഇടിച്ച് പപ്പടമാക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്ത് UK-യിലാണ്. അയാൾ വിവാഹം കഴിച്ചത് ആ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയാണ്. ആ നാട്ടിൽ ഗ്രീൻ കാർഡും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഒരു ടാക്സി ഓടി ജീവിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അയാൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇന്ത്യക്കാരെ കാണുമ്പോൾ വെള്ളക്കാര് ടാക്സി വിളിക്കില്ല. വിളിച്ചാൽ തന്നെ നല്ല ഇടി കിട്ടുന്ന ഒരവസ്ഥ. അങ്ങനെ പ്രശ്നങ്ങളുള്ള നാട്ടിൽ നിന്നും മാറി ഒരു ഉൾഗ്രാമത്തിലേക്ക് അയാൾ ഉൾവലിഞ്ഞു.
ഇപ്പോൾ സാഹചര്യം വളരെ മോശമാണ് എന്നുള്ളതാണ്. ഒരാളെയും ഉപദ്രവിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആ ഒരു വ്യക്തിക്ക് പോലും ഇതാണ് അവസ്ഥ. ഇങ്ങനെ കുറെ കൂതറകളങ്ങ് കയറി ചെന്ന് ആ നാട്ടിലുള്ള ആളുകൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? തീർന്നില്ല. ഇനി അടുത്ത ഈ ഒരു വീഡിയോ, ഇത് നമ്മുടെ നാട്ടിൽ ഇടക്കൊക്കെ കണ്ടുവന്നിരുന്ന ഒരു കാര്യമാണ്, പക്ഷെ അങ്ങ് UK-യിലും കാണുന്നു. ദൈവമായ കർത്താവ് തന്ന സാവകാശത്തിനായി അടികൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം 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 ചെയ്ത കർത്താവേ, ഹല്ലേലൂയ. ഈ ഉച്ചഭാഷണിയുടെ ഹല്ലേലൂയ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും നാമത്തിൽ ഞങ്ങൾ സ്നേഹോന്നത്തെ അറിയിക്കുന്നു കർത്താവേ. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻപേയും പ്രവർത്തിക്കുന്ന മക്കളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അതിനെ ഘോഷിപ്പാൻ തങ്ങളുടെ ദാസന്മാരെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. പാടുവാനും പ്രാർത്ഥിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തരുമേലും പകരുമാറാകണമെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കപ്പാ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആദ്യം അവസാനം വരെ ദൈവങ്ങളുടെ കാവലിലും ചെറുകടിയുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. സ്വർഗതന്മളെ കൊടികൾ നിറയ്ക്കണമേ. തൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ക്രിസ്ത്യൻ രാജ്യത്ത് തന്നെയാകാൻ നിൽക്കുന്നുണ്ടാവുക, നിങ്ങൾ ക്രിസ്ത്യനുമായിരിക്കാം, പക്ഷെ നിങ്ങൾ എന്തിനാണ് ആ നാട്ടിൽ പോയത് അത് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങളെ ആ നാട്ടുകാരെ പിടിച്ച് തിരിച്ചങ്ങ് വിടും. ഒരു തർക്കവും ആ കാര്യത്തിന് വേണ്ട. അവിടെ നമ്മൾ മതം പഠിപ്പിക്കേണ്ടതായിട്ടോ മതം പടർത്തേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതൊരു ക്രിസ്തീയ രാജ്യമാണ്. അവിടെ നമ്മളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാകണമെന്നൊന്നുമില്ല. അവർ പൊതു ഇടങ്ങളിൽ ഇത്തരം പരിപാടികളൊന്നും സംഘടിപ്പിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാ മറ്റൊരു രാജ്യത്തേക്ക് മലയാളികളായിട്ടുള്ള ആളുകൾ കയറി ചെന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുമ്പോൾ അവർക്ക് തന്നെ അത് അരോചകമായി തോന്നുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമ്മുടെ വിശ്വാസം അത് നമ്മുടെ നെഞ്ചിനകത്ത് വെക്കണം. മറ്റുള്ളവന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് താണ്ഡവമാടരുത്. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഒരേ വീഡിയോ, അതായത് തുപ്പി നിറയ്ക്കുന്ന ഇന്ത്യക്കാർ, മുന്നേ തന്നെ ഞാൻ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയെ തുപ്പി നിറയ്ക്കുന്ന ഭായിമാർ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാ UK-യിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഇതിപ്പോ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോ മലയാള മനോരമയിലും റിപ്പോർട്ടർ ചാനലിലും ഏഷ്യാനെറ്റിലും എല്ലായിടങ്ങളിലും വന്നതാ. ഒന്നും കൂടി ഒന്ന് കാണാം. You've seen these brown stains in London. I'm spending my day counting them, which is a really interesting use of my free will, but I have managed to find loads. So the stains are caused by palm leaf, which some people use as a chewing tobacco and then spit out when they are done. And today I am in Wembley, where Brent Council want to ban it because they are sick of all the stains. And I don't blame them. I've just been walking for 30 minutes and I reckon I found an upward of about 50. Even as I'm just filming this now, I'm coming across more. I genuinely just gave up counting in the end. Spoken to residents and business owners who say that they're also sick of the mess and they want it banned. And I spoke to one shopkeeper who sells palm leaf and he said only a small minority actually spit palm out. But other members of the community are absolutely sick of having to clean up the stains from their houses and their businesses and they want Brent to ban it. But Brent Council are going one step further. They are appealing to the government to completely outlaw it. So should palm be banned in Brent, let alone the rest of the UK? ഈ നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് വിദേശത്ത് പോയിട്ടും ഇന്ത്യയുടെ പേര് കളയുന്നത്, ഈ സ്വദേശത്ത് നിന്നുകൊണ്ടും ഇന്ത്യയുടെ പേര് കളയുന്നത്. മതങ്ങളുടെ പേര് പറഞ്ഞ് തമ്മി തല്ലുന്ന, ഭക്ഷണത്തിന്റെ പേരും പറഞ്ഞ് തമ്മി തല്ലുന്ന വൃത്തിയില്ലാത്ത കൂതറകളായിട്ട് അവര് നോർത്ത് ഇന്ത്യയിലുമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ പോയാൽ അവിടെയും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ നാട്ടുകാർക്ക് ഇതൊന്നും അറിയില്ല. ഇത് മുഴുവൻ ഇന്ത്യക്കാരാണ് എന്നൊരൊറ്റ കണ്ണിൽ കണ്ടുകൊണ്ട് നമ്മളെ എല്ലാവരെയും തൂക്കി അങ്ങ് പുറത്തിടും. പല ആളുകളും ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പറയാ, ഞങ്ങൾ നോർത്ത് ഇന്ത്യൻസിനല്ല കേട്ടോ, ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ ആണ് എന്നാണെന്നുള്ളതാ. പക്ഷെ സൗത്ത് ഇന്ത്യൻസും പോയിട്ട് പേക്കൂത്തുകളൊക്കെ കാണിക്കുന്നുണ്ട് കുറച്ചാളുകൾ. പക്ഷെ പഴി കേൾക്കേണ്ടത് ഒന്നും അറിയാത്തവരായിരിക്കും എന്നുള്ളതാണ്. ഇനിയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ആ മാനേഴ്സ് കാണിക്കുക. മലയാളികളാണ് നമ്മൾ, നോർത്ത് ഇന്ത്യൻ അല്ല സൗത്ത് ഇന്ത്യൻ ആണ് എന്ന് പറയുമ്പോൾ പോലും നമ്മളും ചെയ്യുന്നുണ്ട് കുറച്ച് പേക്കുത്തുകൾ. നമ്മുടെ ആഘോഷങ്ങൾ അത് ഇൻഡോറുകളിലേക്ക് മാറ്റുക, മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക. ആ രാജ്യത്തുള്ള ആളുകളെ സമാധാനം കളയാതിരിക്കാനാണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മുടെ ആഘോഷം അത് നമ്മുടെ മാത്രമായിരിക്കണം. മറ്റുള്ള ആളുകളുടെ ചെവിട്ടിനകത്ത് കയറി പൂക്കി വിളിച്ചുകൊണ്ടാവരുത്. അത് ഓണം, വിഷു, പെരുന്നാൾ, ക്രിസ്മസ്, ദീപാവലിയാണ്, എന്തുമായിക്കോട്ടെ അത് ഉള്ളിൽ വെച്ചാ പോരെ. എന്തിനാണ് ആ നാട്ടുകാരെ ഉപദ്രവിക്കുന്നത്? മറ്റൊന്നും ഞാൻ പറയുന്നില്ല. ഈ വീഡിയോയുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും.
നാളെയുടെ തലമുറ ഈ നാട്ടിൽ കിടന്ന് നരകിച്ചോട്ടെ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ യങ്ചാ ജീവിക്കും. പക്ഷെ നാളെയുടെ തലമുറ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ മറ്റു രാജ്യങ്ങൾ തേടി പോകുമ്പോൾ അവർ ഷൂ കൊണ്ട് ചവിട്ടി വീഴ്ത്താൻ നിങ്ങൾ അവസരമുണ്ടാക്കി കൊടുക്കാതിരിക്കുക. വീണ്ടും പരമാവധി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.